ഫുഡും കഴിക്കുന്ന ഒരാൾ ഈ ഒരു മോളിൽ പോയി കഴിഞ്ഞാൽ പെട്ടുപോകുന്നല്ലാതൊന്നും പറയാനില്ല കേട്ടോ. കാരണം ഓരോ ഷോപ്പുകളും ഓരോ സൈഡുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് മേടിച്ച് ട്രൈ ചെയ്യാൻ തോന്നും. ആൻഡ് ഡിയർ ടമി ഈസ് വൺ ഓഫ് എന്താ പറയുക, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. കാരണം അത്ര അട്രാക്ഷൻ, ബ്രെഡിനോടൊക്കെ ഇത്ര അട്രാക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോയിട്ടോ. ആൻഡ് ഇവരിങ്ങനെ ലൈവായിട്ട് കുക്ക് ചെയ്യുന്നത് കാണുമ്പോഴും നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. ഇതിനൊരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതായത് ഇവർ ക്യാപ്പും മാസ്ക് ഒക്കെ വെച്ച് അതുപോലെ ഗ്ലൗസ് ഒക്കെ ഇട്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ വൃത്തി കുറവ് എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്ക് തോന്നില്ല കേട്ടോ. പിന്നെ ഓരോ ഫുഡും ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ പറയണ്ട. ഫുഡിൻ്റെ സെക്ഷനിൽ നിന്ന് നേരെ പോകുന്നത് എന്താ പറയുക, ഈ മാല, വള, കമ്മൽ, അതുപോലെ തായ്ലൻഡിൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളുള്ള സ്ഥലത്തേക്കാണ്. പിന്നെ ബാഗിൻ്റെ സെക്ഷൻ എനിക്ക് പറയണ്ടല്ലോ, എൻ്റെ ബാഗിൻ്റെ പ്രാന്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തങ്കപ്പൻ എന്നെ വേഗം ആ സൈഡിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു, ഫുഡിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോയി. ഇവിടെ പിന്നെ ഞങ്ങൾ നോൺ വെജ് കഴിക്കാത്തതുകൊണ്ട് അധികം കാര്യങ്ങളൊന്നും ട്രൈ